ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലും ബഹളമാണ്. രാവിലെ ദോശയായിരുന്നു. രാവിലെ ദോശയ്ക്ക് ആ ദോശക്കൽ എനിക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ് കേട്ടോ. എന്റെ അമ്മയാണ് സ്പോൺസർ ചെയ്തത്. ഞാൻ വീട് പാലിയാച്ച സമയത്ത് തന്നെ കേട്ടോ. ഇതിന് പിന്നെ കുറെ നാൾ റെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ പൊടിതട്ടി എടുത്തതാണ്. ഫ്രൈ പാൻ എല്ലാം ചീത്തയായപ്പോ വീണ്ടും പൊടിത്തട്ടി എടുത്ത കേട്ടോ. പിന്നെ ദോശയും ഉള്ളിച്ചമ്മന്തി ആയിരുന്നു കേട്ടോ. ദോശയും കടലക്കറിയാണ് സാധാരണയൊക്കെ ഉണ്ടാക്കുന്നത്. കടല വെള്ളത്തിലിടാൻ മറന്നുപോയി ഗൈസ്. അതുകൊണ്ട് ഉള്ളിച്ചമ്മന്തിയിലോട്ട് മാറ്റി. ഉള്ളിച്ചമ്മന്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഉള്ളി സവാള ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയൊക്കെ ഇട്ട്. ഇതിന്റെ ഇടയ്ക്ക് അച്ചു ഒന്ന് സഹായിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ മീൻകറിക്ക് വേണ്ടിയുള്ള കൊച്ചുള്ളിയൊക്കെ പൊളിക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു ഇച്ചിരി പാവയ്ക്ക ഉണ്ടായിരുന്നു. ആ പാവയ്ക്കേനെ എടുത്ത് മെഴുക്ക് വരട്ടാൻ വെച്ച് പിന്നെ ഞാൻ കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇവർ രണ്ടുപേരും ചോറേ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് തന്നെ കൊടുത്തു വിടുകയും വേണം. നമ്മൾ അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ടായിരിക്കും. പണ്ട് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ചോറൊക്കെ രാവിലെ ആവുമായിരുന്നല്ലോ. അപ്പൊ ഇവർക്ക് ചോറ് കൊടുത്തുവിട്ട് അവർക്ക് അതൊരു ശീലമായി. അവർക്ക് കാപ്പി ഒന്നും കൊണ്ടുപോകുന്നതുകൊണ്ട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. കാപ്പി കൊണ്ടുപോകത്തേ ഇല്ല. മോളും ഉണ്ടായാലും മോൻ ഒട്ടും കൊണ്ടുപോകത്തില്ല. അതാണ് മീൻകറി തന്നെ വേണേ തന്നെ. ചമ്മന്തിയൊക്കെ ഞങ്ങൾക്ക് വലിയ അലർജി. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഞങ്ങൾ ചമ്മന്തി കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനത്തെ മക്കളാണ് എന്റെ രണ്ട് മക്കളും. പിന്നെ ഞാൻ മീൻകറിക്ക് വേണ്ടിയുള്ള ചട്ടിയൊക്കെ എടുത്തുകൊണ്ടൊന്ന് ചൂടാക്കാൻ വെച്ചു. ദോശ ഐറ്റത്തേക്കും കൂടെ കിടക്കാക്കി കേട്ടോ ചുടുന്നത്. ഇവര് വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ദോശ ഇട്ട് കൊടുക്കും. പിന്നെ അച്ഛനുള്ള കാപ്പി ഉണ്ടാക്കിയായിരുന്നു. കാപ്പി ഞാൻ കണ്ണൻ്റെ കൊടുത്തോട്ട് കണ്ണം കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ കാപ്പിയും കൊണ്ട് കണ്ണം പോയി. ദേ ദോശ തിരിച്ചിട്ട് വെക്കട്ടാ. ഇങ്ങനെ മാവ് തെറിച്ചിട്ട് മുഖത്തുനിന്ന് വീണു. പിന്നെ ഞാൻ ആ മാവ് കഴുകാനായിട്ട് പോകും. അല്ലെങ്കിൽ അത് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ ആകെ നാശമാവും. അങ്ങനെ കഴുകിയിട്ടൊക്കെ വന്നു. അപ്പോഴേക്കും കണ്ണൻ പോയിട്ട് തിരിച്ചു വന്നു. കണ്ണനാണ് രാവിലെ രണ്ടുപേരുടെയും കുപ്പിയിലൊക്കെ വെള്ളം നിറയ്ക്കുന്ന ഡ്യൂട്ടി അവനാണ് കേട്ടോ. എന്ന് ഞാൻ പറയാം, രാവിലെ എണീറ്റ് കുപ്പി എടുത്ത് വെള്ളമൊക്കെ നിറച്ചു വെക്കാം. രാവിലെ ഒന്നെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ തിളപ്പിച്ച് വെക്കും, അല്ലെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തിളപ്പിച്ച് വെക്കും. അപ്പോഴത്തേക്ക് തണുത്തിരിക്കും. കൂടി വാച്ച് വെക്കുന്നുണ്ടോ? വാച്ചിലോട്ടാട്ടോ നോക്കുന്നത്. അവിടെ ഫ്രണ്ടിൽ ക്ലോക്ക് ഇരിപ്പുണ്ട്. ആ ക്ലോക്കിലോട്ടാണ് നോക്കുന്നത്. സമയം നോക്കിയാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജോലികൾ കറക്റ്റ് സമയത്ത് തീർക്കണം, അല്ലെങ്കിൽ എനിക്ക് വെപ്രാളോ. പിന്നെ 2-3 കഷ്ണം മീൻ പൊരിക്കാനുണ്ടായിരുന്നു. ഇവർക്ക് കൊടുത്തുവിടാൻ വേണ്ടി 3 കഷ്ണമേ പൊരിച്ചോളൂ. ഇവർക്ക് 3 പേർക്കും വേണ്ടിയിട്ടാണ് പൊരിക്കത്തുള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ കഴിക്കാറില്ല പൊരിച്ചത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി എടുത്തുകൊണ്ടൊന്ന് ചൂടാക്കാൻ വെച്ച് കേട്ടോ. ചൂടാക്കാൻ വെച്ച് അതിനകത്തോട്ട് കുരുമുളക്, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഇട്ട് പെരകി കുറെ സമയം വെക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ പൊരിച്ചെടുക്കട്ടെ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് പിന്നെ സഹായിക്കാൻ അച്ചും കൂടെ ഒന്നുകൊണ്ട് പെട്ടെന്ന് ജോലികളെല്ലാം തീർന്നു. അപ്പോഴത്തേക്ക് ഉള്ളിയെല്ലാം ഒരുവിധം വാടി വന്നത്തേക്ക് കറിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം. നോക്കിയാണ് അപ്പോഴത്തേക്ക് ദോശയൊക്കെ ചുട്ട് തീർന്നു കേട്ടോ. പിന്നെ മീൻ പൊരിക്കാനുള്ളത് എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് അങ്ങനെ അത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാട്ടോ. രാവിലെ ഒരു ബഹളമാട്ടോ. രാവിലെ ഈ പരിസരത്തൊക്കെ ആരൊക്കെ വന്ന എന്തെങ്കിലും കൂലും വിളിയും ബഹളം എല്ലാം കേൾക്കാം. ഗൗരി വിളി, കണ്ണന വിളി, ആകെ ബഹളം. അതെടുത്തോ ഇതെടുത്തോ. മുളക് പൊടി ഇടാൻ നോക്കിയപ്പോൾ കാണാൻ മുളക് പൊടി തീർന്നു. പിന്നെ മുളക് പൊടി വലിയ ബക്കറ്റ് എടുത്തോണ്ട് മുളക് പൊടി തട്ടിയിടും. ഞാൻ കുറച്ച് എടുത്ത് വെക്കത്തേ ഉള്ളൂ. ബാക്കി എടുത്തങ്ങാത്ത വെക്കും. അല്ലെങ്കിൽ എല്ലാം കൂടെ വലിയ പാത്രത്തിലായിരിക്കും വെക്കുന്നത്. ഞാൻ 2 കിലോ 2.5 കിലോ ഒരുമിച്ച് പൊടിപ്പിച്ച് വെക്കുന്നതാട്ടോ. അതിൽ നിന്ന് കുറച്ച് എടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി നമ്മൾ കഴിഞ്ഞ വർഷം വെച്ച ആ സാധാ കൂട്ട് തന്നെ പുളിയും മുളകുമാണ് വെച്ചത് കേട്ടോ. പരവയോ പാര അങ്ങനെ ഏതോ ഒരു മീനായിരുന്നു. പിന്നെ അതെ ഗൗരിക്ക് ദോശ കൊടുക്കാൻ വേണ്ടി അച്ഛൻ എടുത്തത്. ഞാൻ അത് ഉള്ളിച്ചമ്മന്തി എടുത്ത് വെച്ച് കൊടുത്തു. ഇവർക്ക് രണ്ടുപേർക്ക് ഈ ഉള്ളിച്ചമ്മന്തിയും ദോശയും ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോഴത്തേക്ക് കണ്ണൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊണ്ടുപോയി. പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി പുളിവെള്ളമൊക്കെ കലക്കി ഒഴിക്കാൻ വേണ്ടി പുളി പിഴിയുക കേട്ടോ. പൊടിയൊക്കെ ഒരുവിധം മൂത്ത് വന്നു. അങ്ങനെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. പുളിക്കകത്ത് പിന്നെയും സത്തുള്ളത് കണ്ടുകൊണ്ട് വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. പുളിക്ക് ഭയങ്കര വില ആയതുകൊണ്ട് ഗൈസ് കളയരുത് പുളി. എപ്പോഴും നല്ലവണ്ണം പിഴിഞ്ഞ് തന്നെ കളയണം. 3-4 വട്ടമെങ്കിലും അതിനെ പിഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ഉപയോഗപ്രദമാകത്തുള്ളൂ. ഞാൻ ഈ കൂടെ നോക്കുന്നത് ക്ലോക്കിലോട്ടോ. സമയം ഓരോ മിനിറ്റും നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും ജോലി ചെയ്യുന്നത്. അത് എപ്പോഴും അങ്ങനെയാണ്. പണ്ട് ജോലിക്ക് പോകുന്ന സമയത്തേ ഉള്ള സൂക്കേടാണ് ഈ ക്ലോക്കിനെ നോട്ടം. രാവിലെ എണീറ്റ് എത്ര വട്ടം ക്ലോക്കിൽ നോക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ഞാൻ മീനൊക്കെ ഒരു സൈഡ് മുരിഞ്ഞപ്പോഴത്തേക്ക് അതിനെ തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. രാവിലെ ഒരു ബഹളമാണ് ഗൈസ്, ബഹളം. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഗൗരിക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് വണ്ടി വരും. 8-8:15 വണ്ടി വരും. അതിന് മുമ്പേ അവളെ റെഡിയാക്കി നിർത്തണം. അപ്പോഴത്തേക്ക് കറിയുടെ എല്ലാം ഒരുവിധം സെറ്റായി. അപ്പോഴത്തേക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ഈ മീൻകറിയൊക്കെ കൊടുത്ത് വിടുന്നുള്ളതുകൊണ്ടോ ഇത്ര പാട് കേട്ടോ. തലേന്നൊക്കെ മീൻകറി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി അങ്ങനെ ചൂടാക്കി പിള്ളേർക്ക് 2 പേർക്കും കൊടുത്തു വിടാൻ വേണ്ടി എടുത്തു വെക്കും. പക്ഷെ അങ്ങനെയൊന്നും കാണത്തില്ല. കാരണം നമ്മൾ കുറച്ചേ വെക്കുന്നത് കൊണ്ട് രാത്രിയാകുമ്പം തന്നെ തീരും. എന്നിട്ട് ഉള്ളിച്ചമ്മന്തി ഒന്ന് നക്കിയൊക്കെ ഇട്ടോ. ഉപ്പൊക്കെ ഉണ്ടോന്നോ? ഉപ്പൊക്കെ ഞാൻ ഇട്ടായിരുന്നു. ഉണ്ടോ ഇല്ലെന്നൊന്നും ഉറപ്പില്ല. പിന്നെ ദോശക്കല്ല് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ടിഷ്യൂ എടുത്ത് ഇച്ചിരി പച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അതിനെ ഇച്ചിരി നനച്ച് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ അത് പിന്നെ ഇളകി വരത്തില്ല. പിന്നെ അത് പിണങ്ങും. അതുകൊണ്ട് അതിനെ ഇച്ചിരി എണ്ണ തേച്ചൊക്കെ കുളിപ്പിച്ച് അകത്തോട്ട് എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചു കുറച്ച് തേങ്ങയൊക്കെ തിരിങ്ങി തന്നായിരുന്നു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് വന്ന് അപ്പൊ അതിൽ നിന്ന് കുറച്ച് തേങ്ങയൊക്കെ വാരിയിട്ട് പാവയ്ക്കേനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. പാവയ്ക്ക ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ വിഴുക്ക് വരട്ടും. അതിനകത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഉപ്പിട്ട് ഇളക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ എന്തോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് അച്ചു പാവയ്ക്ക് ഇളക്കി കൊടുക്കും കേട്ടോ. പാല് മേടിച്ചോണ്ട് വന്ന്
കണ്ണൻ അപ്പുറത്ത് ഞങ്ങൾ പാല് മേടിക്കുന്നത്, അവിടെ വീട്ടിലെ പാലാട്ടോ മേടിക്കുന്നത്. അവിടുന്ന് പാലെടുത്തോണ്ട് വന്ന് ആ പാല് ഞാൻ കാച്ചാനായിട്ട് ഇൻഡക്ഷനകത്തോട്ട് വെച്ചേട്ടോ. ഇതെല്ലാം ഇതിന്റെ ഇടയ്ക്ക് നടക്കണമെന്ന് എന്തൊക്കെ ജോലിയാണെന്നറിയാവോ രാവിലെ. അപ്പോഴത്തേക്ക് ഞാൻ ചോറ് എടുത്തോണ്ട് വന്ന് ഒന്ന് മുരിക്കാൻ വേണ്ടി വെച്ച്. മുരിക്കുന്നെന്ന് തന്നെ പറയുന്നത്, ഞങ്ങളിവിടെ മുരിക്കുന്നെന്നാട്ടാ പറയുന്നത്. ഞാൻ രാത്രി റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെക്കുന്ന ചോറാട്ടോ. രാവിലെ എടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഊറ്റും. അല്ല രാവിലെ എണീറ്റ് ചോറ് വെപ്പൊന്നും നടക്കത്തില്ലെന്നേ. നമ്മളൊന്നും രാവിലെ എണീക്കത്തില്ല. ഇവിടെ ഉറങ്ങുന്ന തന്നെ 10-12 മണി കഴിയുമ്പോഴാണ്. അപ്പൊ പിന്നെ രാവിലെ എണീപ്പൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് റൈസ് കുക്കറിലോട്ട് എടുത്ത് തിളപ്പിച്ചങ്ങ് വെക്കും രാത്രി. എന്നിട്ട് രാവിലെ എടുത്തെടുക്കും. ഗൗരിയുടെ പാത്രമൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടി കൊണ്ടുപോകാട്ടോ. വൈകുന്നേരം തന്നെ ഞാൻ എന്നും പാത്രം വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് എടുത്ത് വെക്കും. എന്നിട്ട് രാവിലെ എടുത്ത് കഴുകും. അല്ലാതെ ഇതിനേക്ക് രാത്രി കൊണ്ടുവന്ന് കഴുകി എടുത്ത് വെക്കുമ്പോഴത്തേക്ക് വേറെ എവിടെയെങ്കിലും ആയിപ്പോയാൽ പിന്നെ രാവിലെ ഇതണക്ക് കിടന്ന് ഓടണം. ഈ ഓട്ടമാണ് രാവിലെ എന്ന്. പിന്നെ അവൾക്ക് ചോറിട്ട് വെച്ചു. അപ്പോഴേക്കും അവള് ദോശയൊക്കെ തിന്നിട്ട് കൊണ്ടുവന്നിട്ടോ. ആദ്യമേ കൊണ്ടുവന്ന് തിന്ന് തീരാഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു വിട്ടതാണ്. രണ്ടാമത് അവള് തിന്ന് തീർന്നിട്ട് വീണ്ടും കൊണ്ടുവന്നതാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പാല് ഒരുവിധം തിളച്ച്, പാല് തിളച്ചപ്പോഴത്തേക്ക് പിന്നെ ബൂസ്റ്റ് ഇട്ട്. പാലിനകത്ത് ഇവിടെ ബൂസ്റ്റ് ഇടുന്നു. ബൂസ്റ്റ് കുപ്പിക്ക് മേടിക്കത്തില്ല, ഇപ്പോൾ പാക്കറ്റിലാണ് മേടിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കുപ്പിക്കകത്ത് മേടിച്ച ഒരാഴ്ച പോലും നിൽക്കത്തില്ല. കുപ്പി കട്ട് തിന്ന് തീർത്ത് കളയും ഇവിടുത്തെ മക്കള്. അതുകൊണ്ട് ഞങ്ങളിപ്പോ ചെറിയ ചെറിയ പാക്കറ്റായിട്ടാട്ടോ മേടിക്കുന്നത്. പാക്കറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ചേ എടുത്ത് ഒരു ദിവസം ഞാൻ ചിലപ്പോൾ ഒരു പാക്കറ്റ് 2 ദിവസത്തേക്ക് എടുക്കും, ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് എടുക്കും. അത് ഇടുന്നതനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ആ പാലിനെയൊക്കെ ഒന്ന് തിളപ്പിച്ച് കൊണ്ടുവന്ന് തണുപ്പിക്കാൻ വേണ്ടി ആറ്റുവാട്ടോ. ആറ്റിയൊക്കെ എടുത്ത് ഒരുവിധമൊക്കെ ആയി. അപ്പോഴത്തേക്ക് കറി ഒരുവിധം ഒന്നും കൂടെ ഒന്ന് ആവണം. ഞാൻ മീൻ പൊരിച്ചതെടുത്ത് ഗൗരിക്ക് വെച്ച് ഇച്ചിരി അച്ചാറും എടുത്ത് വെച്ചേട്ടാ ചോറ് കൊണ്ടുപോകാനുള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ വെച്ച് കറി ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ. ഗൗരിക്ക് ഇനി മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഗൗരിക്ക് മുടി കെട്ടിക്കൊടുക്കാൻ പോകും റെഡിയാവും. അപ്പോഴത്തേക്ക് അവൾക്ക് കറി കൊണ്ടുപോകുന്ന അവൾക്ക് സെപ്പറേറ്റ് കൊണ്ടുപോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഞാൻ കഴുകിക്കൊണ്ട് വെച്ചതാ. കറി ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാനുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് പറ്റട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോയി ഗൗരിക്ക് മുടി കെട്ടിക്കൊടുക്കുക. ഗൗരി ഞാൻ രാവിലെ തല കുളിപ്പിക്കത്തില്ല കേട്ടാ. തല കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾക്ക് മുടി ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാ. പിന്നെ ഈ നനഞ്ഞ മുടി കെട്ടി വെക്കണം. അവളാണെങ്കിൽ രാവിലെ ഒന്നും ഉറക്കം എണീക്കത്തില്ല. എങ്ങനെ പോയാലും 6:45-7 മണിക്കാകുമ്പോഴേ ഉറക്കം എണീറ്റ് വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങത്തൂല കുളിച്ചിട്ട്. ഞാനാണെങ്കിൽ രാവിലെ എണീറ്റ് കുളിക്കും. എനിക്ക് രാവിലെ കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ രാവിലെ കുളിക്കും. മൈഗ്രീൻ ഉണ്ടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇടയ്ക്ക് കുളിയൊക്കെ നിർത്തി വെച്ചതാ. ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് കറി ഒരുവിധം സെറ്റായി വന്നു. അങ്ങനെ നമ്മൾ കറി ഒഴിച്ച് ഗൗരിക്ക് കൊടുത്തു വിടാൻ വേണ്ടി. ഗൗരിക്ക് മീൻകറി, അച്ചാറ്, പൊരിച്ച മീൻ, ഇത്രയും മതി. പുളിമുളം കറിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഗൗരിയുടെ ടവലൊക്കെ എടുത്തോണ്ട് വന്ന് കെട്ടി വൃത്തിയാക്കി ടിഫിൻ ബാഗിനകത്ത് നോക്കിയപ്പോൾ ടിഫിൻ ബാഗ് ഇട്ടേക്കുന്നിടത്ത് കാണുന്നില്ല. എവിടെ കൊണ്ടിട്ടെന്ന് നോക്കി തിരക്കിയൊക്കെ എടുത്തോണ്ട് വന്ന് കിടന്നു തന്നെ പോയി തപ്പി എടുത്തോണ്ട് വന്ന് ടിഫിൻ ബാഗിനകത്തോട്ട് എടുത്ത് വെക്കും കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇടുവന്നേ. അപ്പോഴത്തേക്ക് അച്ചു സോക്സ് ഒക്കെ ഇട്ട് കൊടുത്തു ഗൗരിക്ക്. ഗൗരിയുടെ സോക്സ് ഇന്ന് പുതിയ സോക്സ് മേടിച്ചോണ്ട് വന്നു കേട്ടോ. PTA മീറ്റിങ്ങിന് പോയപ്പോ അവളുടെ സോക്സ് ഒരെണ്ണം ഗേറ്റിന്റെ ഇടയിൽ വീണ് ഒരഞ്ഞു പോയി. ഗൗരി ദേ റെഡിയായി. ചെരുപ്പൊക്കെ തട്ടിക്കുടഞ്ഞെടുത്തിട്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഓടി വണ്ടിക്കകത്തോട്ട് കയറാൻ പോവാന്ന്. വെറുതെയാ. അവിടെ ഗേറ്റിന്റെ അടുത്ത് വെച്ച് നിന്ന് വായി നോക്കാൻ വേണ്ടിയിട്ടായി ഓടുന്നത്. അവിടെ ചെന്ന് കുറച്ച് സമയങ്ങളിൽ നിന്നില്ലെങ്കിൽ ഒക്കത്തില്ല. 8:10 ആയതേ ഉള്ളൂ. 8:10 കഴിയുമ്പോൾ അവളെ വണ്ടിയാണ്. ഞങ്ങളുടെ ക്ലോക്ക് 5 മിനിറ്റ് ഫാസ്റ്റ് ആണേ, അതുകൊണ്ടാണേ. പിന്നെ അവളെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്നോണ്ടേ കുറച്ച് മോര് കാച്ചണമായിരുന്നു. മോര് കാച്ചാൻ വെച്ച് തൈരെടുത്ത്. ഇവിടെ എരിക്കറി ആണെങ്കിലേ വലിയ പാടാ കേട്ടോ. മോരില്ലെങ്കിൽ മോരോ തൈരോ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മോര് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചാ. അപ്പൊ മോരിനുള്ള അരപ്പാ. ഇച്ചിരി ജീരകവും മഞ്ഞപ്പൊടി കുറച്ച് ഉലുവയും കൂടി ഇടും കേട്ടോ. അത് പാറു പറഞ്ഞു തന്നെ കേട്ടോ. ഉലുവാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. അതിനുശേഷം ഞാൻ ഉലുവ ഇടും. കുറച്ച് 2 ഉള്ളി, ഇച്ചിരി പച്ചമുളക്, വെളുത്തുള്ളി, അങ്ങനെ എല്ലാം കൂടി ഇട്ടൊന്ന് അടിച്ചിട്ട് മോര് തൈരെടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഒന്ന് ചൂടാക്കി കടുക് വറുത്ത് ചൂടാക്കി എടുക്കും. അത്രേ ഉള്ളൂ മോര് കാച്ച. പിന്നെ അതേ കണ്ണന്റെ ടിഫിൻ ബോക്സ്. കണ്ണന് ചോറ്, ചമ്മന്തിയല്ല, ചോറ്, മീൻ പൊരിച്ചത്, അച്ചാറ്, ഇച്ചിരി തോര. അത് തിന്നാൻ വലിയ പാടാട്ടോ. പിന്നെ ഞാൻ പൊരിച്ച മീൻ്റെ പുറത്തോട്ട് 5-6 ചോറ് വാരിയിട്ട് വെച്ചതാ. കാരണം അവൻ പറയും ചോറ് തുറക്കുന്നുടനെ പൊരിച്ച മീൻ കണ്ടാൽ പിന്നെ പൊരിച്ച മീൻ അവന് കാണാനേ കിട്ടത്തില്ലെന്ന്. അതുകൊണ്ട് തുറക്കുന്നതിന് മുമ്പ് ഇച്ചിരി ഒന്ന് അടച്ചു വെച്ചതാ. അപ്പോഴത്തേക്ക് റേഷൻ കട ഉറക്ക സീന വന്നേട്ടാ. സീനയെടുത്ത് കഥ പറയാ. സീന വന്ന വഴിക്ക് ആരുടെ മൊബൈൽ താഴെ പോയെന്നോ, അതിന്റെ പുറകെ വന്ന ആരോ വണ്ടിക്കകത്ത് നടന്നു വന്ന ആരോ മൊബൈൽ എടുത്തോണ്ട് പോയി. സീനയ്ക്ക് ഈ പരിസരം ഒന്നും അറിയത്തില്ല. സീന കുറച്ച് ദൂരെ നിന്നാ വരുന്ന. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു അമ്പലത്തിന്റെ അടുത്ത് വെച്ചാന്ന്. അങ്ങനെ കണ്ണന്റെ ടിഫിൻ ബാഗൊക്കെ റെഡിയാക്കി കണ്ണന് പോകാനുള്ള എല്ലാ സമയമായിട്ടാ. കണ്ണൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നിൽക്കുക. ആ കുപ്പിയും വെള്ളത്തിനകത്ത് വെള്ളം എടുത്ത് കുടിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.